ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഗൗരവ വിഷയം സംസാരിക്കാനാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒമർക്കയുടെ വിഷയം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒമർക്കയുടെ വിഷയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഉടനെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു. എല്ലാവർക്കും അറിയില്ല, ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ നല്ല മഴയും ഇടിവെട്ടൊക്കെ ഉള്ള ഒരു സീസൺ ആയതുകൊണ്ട് വീട്ടിൽ കറണ്ട് പോകുന്നതും ഫോണിൽ ചാർജ് എടുക്കാത്ത കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇത്തരം ഒരു ഗൗരവ വിഷയം സംസാരിക്കുമ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത്. അപ്പൊ അതിന് ആദ്യം ക്ഷമ ചോദിക്കുന്നു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എനിക്കൊരു 5-6 ദിവസമായിട്ട് എനിക്ക് നിരന്തരം കോളുകൾ വരുന്നുണ്ട്. അതല്ലാതെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് വരുന്നുണ്ട്, വാട്സപ്പിലും വരുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പിന്നെ സിനിമയിലുള്ള പല സംവിധായകർ, നിർമ്മാതാക്കള്, റൈറ്റേഴ്സ്, കൺട്രോളർമാരൊക്കെ വിളിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഒമർക്കെതിരെ കേസ് കൊടുത്ത യുവനടി ഞാനാണോന്ന്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് എന്നെ പറയാൻ കാരണം? ഞാൻ ചോദിക്കാൻ എന്താ കാരണം? അപ്പോ അവര് പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കേസ് കൊടുത്ത യുവനടി എന്ന് പറയുന്ന ആ വ്യക്തി നല്ല സമയത്തൊരു ആർട്ടിസ്റ്റ് ആണ്, ഓമറായിട്ട് നല്ല അടുപ്പത്തിലാണെന്നാണ് പുറത്ത് പ്രചരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഹിന്റൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. സത്യത്തിൽ ഒമർക്കെതിരെ കേസ് കൊടുത്ത യുവനടി അത് ഞാനല്ല. എനിക്ക് അന്നും ഇന്നും ഒമറിക്കോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. എനിക്ക് അക്കോർഡിംഗ് ടു മീ എനിക്കൊരു നല്ല സിനിമാ സംവിധായകനിലുപരി എനിക്ക് നല്ലൊരു സുഹൃത്തും കൂടിയാണ് ഒമറിക്ക. അപ്പൊ ഇതുപോലെ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ ആരും വിളിക്കുകയും മെസ്സേജൊക്കെ ചെയ്യരുത്. കാരണം എനിക്കത് പേഴ്സണൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, കേസിന്റെ പല സത്യാവസ്ഥകളുടെ പിന്നിലുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒമറിക്ക് തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല. ഒമറിക്കനെ എനിക്ക് ഏകദേശം ഒരു 3-4 വർഷത്തോളം മുന്നേ പരിചയമുണ്ട്. ദമ്മക്കട റിലീസിന് സമയത്തൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. എനിക്ക് പേഴ്സണലി പുള്ളി നന്നായിട്ട് അറിയാം. 3 വർഷം പേഴ്സണലി എനിക്ക് പുള്ളിനെ അറിയാം. അപ്പോ എന്റെ ഒരു അക്കോർഡിംഗ് ടു മീ, അല്ലെങ്കിൽ എന്റെ പേഴ്സ്പെക്റ്റീവിൽ ഒമർക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അല്ലെങ്കിൽ ഇപ്പോ ഇങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട് പുള്ളിക്ക് നല്ലപോലെ സൈബർ ബുള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് പുള്ളിയെ പറ്റി സംസാരിക്കുന്നത്. റേപ്പിസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് പുള്ളിയുടെ പേഴ്സണൽ എടുത്തോളം പുള്ളി അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഒമർക്ക തമ്മിലുള്ള കോൺവെർസേഷൻ, ഇന്റർവ്യൂസിലൊക്കെ പല ആൾക്കാരും കമന്റ് ഇടുന്നത് വളരെ മോശമായിട്ടാണ്. സത്യത്തിൽ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ഒമർക്ക ഡബിൾ മീനിങ് ആയിട്ട് പടങ്ങളൊക്കെ ചെയ്യുന്ന പല ആൾക്കാരും പറയുന്ന റീസൺസ് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒമർക്കും തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമല്ല. ഒരു വലിയേട്ടൻ കുഞ്ഞനീത്തി എന്നുള്ള പോലത്തെ കണക്ഷനാണ്. പിന്നെ ഒമർക്ക എന്ന് പറയുന്ന വ്യക്തി എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു വ്യക്തിയാണ്. പിന്നെ പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന ഈ കേസ് എല്ലാവർക്കും അറിയാലോ. ആ കേസ് തികച്ചും ഫേക്ക് ആയിട്ടുള്ള, കള്ളക്കേസാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂർണ്ണമായി വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഞാൻ എവിടെ അത് പറയും, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതിന് പറയാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. അതിപ്പോ എനിക്ക് പറയാൻ ഉള്ളൊരു സിറ്റുവേഷൻ അല്ല, സമയമല്ല, സാഹചര്യമല്ല. എന്തൊക്കെ തന്നെ ആയാലും ട്രൂത്ത് വിൻസ് എന്ന് പറയല്ലോ, അത്രയും അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സും ഞാൻ അതിനെ വിശ്വസിക്കുന്ന ട്രൂത്ത് വിൻസ്. എവിടെയെന്നും എന്തെങ്കിലും സത്യങ്ങൾ പൊന്തി വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളത്. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്: ഒമർക്കെതിരെ കേസ് കൊടുത്ത ആൾ ഞാനോ ചോദിച്ചാൽ എന്നെ വിളിക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എനിക്ക് എന്റെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ ആ കേസ് കള്ളക്കേസാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇത്രയാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ആം കൺക്ലൂഡിങ്. അപ്പൊ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോ താങ്ക് യു സോ മച്ച്. സീ യു.